വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗുഡ് മോർണിംഗ്. ഇന്ന് ട്യൂസ്ഡേ. അപ്പോൾ രാവിലെ കാഴ്ചയാണ് കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നു. പേപ്പറോടെ എടുക്കട്ടെ. ഓക്കെ, സോ പേപ്പർ നമ്മളെടുത്തു. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. മോർണിംഗ് കോഫി. ഫാൻ വേണമെന്നോ? അർണവോടെ പല്ലേക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലെ കോഫി. രാവിലെ ഒരു ഗ്ലാസ് കോഫി അല്ലെങ്കിൽ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഒരു ഡേ മൊത്തം സുഖം ഉണ്ടാവില്ല. ഒരു ശീലമായി. അതുകൊണ്ട് അപ്പോൾ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് കോഫി ആണ് കുടിക്കുന്നത്. അവിടെ പല്ലേക്ക് ബ്രഷ് ചെയ്യുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഹലോ. അപ്പോൾ നമ്മൾ അർണവിന് സ്കൂളിലേക്കുള്ള സ്നാക്സ് തയ്യാറാക്കുകയാണ്. സോ നമുക്ക് ബ്രെഡും പിന്നെ ഇതാ അത് ചോക്ലേറ്റ് എങ്ങനെയാണ് കിസാൻ്റെ ഹേസൽനട്ട് ചോക്കോ പീനട്ട് സ്പ്രെഡാണ്. ഇതാണ് ഇന്ന് സ്കൂളിലേക്ക് അങ്ങനെ കൊടുത്തുവിടുന്നത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും. സ്നാക്സിന് അവർക്ക് അധികം സമയമില്ലല്ലോ. ഒരു 50 മിനിറ്റ്സ് ഒന്നും ഉണ്ടാവുമെന്ന് അറിയില്ല. 10 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തീർക്കണം. അങ്ങനെ നമ്മളെന്താ ബ്രെഡിൽ ചോക്കോ സ്പ്രെഡ് പുരട്ടിയതിന് ശേഷം നമ്മൾ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും നെയ്യിൽ. ചെയ്യണം എന്നൊന്നുമില്ല, വെറുതെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്താലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അവർ ചിലപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. വേണോ വേണ്ടിയത് ആലോചിച്ച് ഞാനിപ്പോൾ സ്പ്രെഡിൽ ഇത് ടോസ്റ്റ് ചെയ്യണ്ടെങ്കിൽ നമുക്കപ്പോൾ ഇന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഞാനപ്പോൾ ഒരു ബ്രെഡിൽ നമ്മൾ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇതിലും ഞാൻ ആക്കും. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യും, സാൻഡ്വിച്ച് ആക്കും. അപ്പോൾ നന്നായിട്ട് എല്ലാം ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അവർ കഴിക്കും. കുട്ടികൾക്ക് ഇഷ്ടമല്ല. ആദ്യമൊക്കെ ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര മടിയായി. കുക്ക് ചെയ്യാൻ അങ്ങനെ ഭയങ്കര മടിയായിട്ടുണ്ട്. അത് കാരണം ഐറ്റംസൊക്കെ കുറഞ്ഞു. നമുക്ക് വേറൊരു ചാനലുണ്ട്, കുക്കിംഗ് ചാനൽ, സുമാക്കി ഫുഡ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ പഴയ ചാനലാണ്, 6 വർഷമായിട്ടുള്ള ചാനലാണ്. അപ്പോൾ അതിലൊരുപാട് റെസിപ്പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് നോക്കി ഒന്ന് അതിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റെസിപ്പീസ് കാണും. ഓക്കെ, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അതിൻ്റെ കൂടെ നമ്മുടെ കോഫിയും കുടിക്കുകയാണ്. ചൂടാറി കഴിഞ്ഞാൽ എനിക്ക് അത്ര താല്പര്യം. അപ്പോൾ ഇത്തിരി ചൂട് വേണം എനിക്ക് കോഫി. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു ഇത് വേണം, ആ ഒരു ചൂട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചൂടാറിയിട്ട് രണ്ടാമത് റീഹീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതെനിക്കിഷ്ടമാണ്. ആ സമയത്ത് തന്നെ ടേസ്റ്റ് എനിക്കത്ര താല്പര്യമില്ല. റീഹീറ്റ് ചെയ്ത് ചായ ആയാലും ശരി, അതെനിക്ക് റീഹീറ്റ് ചെയ്ത് കുടിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന അതേ ആ ചൂടിൽ കുടിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഇടയിൽ കൂടെ അതും. അപ്പോൾ അതാ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേ വല്ല ബിസ്ക്കറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്നാക്സ് റെഡി. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പൂരിയും പിന്നെ ഇന്നലത്തെ മെഴുക്കുപുരട്ടിണ്ടായിരുന്നില്ലേ, മറ്റേ പൊട്ടാറ്റോ, അത് ഞാൻ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ടൊരു ഗ്രേവി പോലെ ഉണ്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ കാര്യം നോക്കണം. ചോറ് ഇരിക്കുന്നുണ്ട്. ഇനി മീൻ കറിയാണ്. മീൻ, അയില,
അപ്പോൾ അത് കറി വെക്കണം. പിന്നെ പച്ചപ്പയർ ഉപ്പേരി വെക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉച്ചക്കത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിപ്പോൾ കൂടുതലും ഈ വീഡിയോയിൽ ഈ പറഞ്ഞ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച്, അതുപോലെ തന്നെ വൈകിട്ട് ഡിന്നറും കാര്യങ്ങളൊക്കെ ആവും മിക്കതും ഉണ്ടാവുക. എന്തായാലും ഇടുന്നെ അല്ലേ. നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതാ മീൻ കറി, പച്ചപ്പയർ എന്താ പറയുക കൊത്തിക്കച്ചത്, ചോറ്, ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ അച്ചാറുണ്ട്, ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സന്ധ്യയായി. നമ്മളിതാ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. ഇനി അർണവിനെ പഠിപ്പിക്കാൻ എത്തണം. പരീക്ഷയാണ് അടുത്ത ആഴ്ച. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അപ്പോൾ ഇതിപ്പോൾ രാത്രി ഇനിയിപ്പോൾ ഡിന്നറിന് പൊറോട്ട ആണ്. നമ്മൾ ഫിഷ് കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് പൊറോട്ടയും മീൻ കറി. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വിക്രമനും അർണവും പോയിരിക്കുകയാണ്. പിന്നെ അർണവിൻ്റെ ഷൂ നമ്മൾ ഇന്നലെ എടുത്തതിൻ്റെ സൈസ് അവനിത്തിരി ലൂസാണ്. അത് ആ കടയിലെ ആൾ കുറേ എന്താ പറയുക, ഇത് കറക്റ്റാവും സോക്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ടുവന്നു. പക്ഷേ ഇന്ന് അവൻ ഇട്ടപ്പോൾ അതൊരു ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ പിന്നെ അത് മാറ്റാൻ പോയി. പിന്നെ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ കാര്യം അങ്ങനെ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇതന്നെയാണ് ഡെയിലി നമുക്ക് ഒരുവിധം വിശേഷങ്ങൾ ഇല്ലെങ്കിലൊന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഈ കാലത്ത് എനിക്ക് എൻ്റെ സംഭവം ഇതൊക്കെയാണ്. കാലത്തെ കാര്യങ്ങൾ ചെയ്യുക, ഉച്ചക്കലത്തെ കാര്യങ്ങൾ ചെയ്യുക, വൈകിട്ടുള്ള ചായ, പിന്നെ രാത്രി ഡിന്നർ, ഇതൊക്കെയാണ് എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത്. അതിനിടയിലാണ് അനുവിനെ കുറച്ച് നേരത്തിൽ പഠിപ്പിക്കലും അവന് രാവിലെയൊക്കെ അവൻ്റെ കാര്യങ്ങൾ നോക്കലും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോവുകയാണ് ഓരോ ദിവസം കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അപൂർവമാണ് ഇപ്പോൾ കുറേയൊക്കെ പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇന്നലെ പോയില്ലേ നമ്മൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലും വിക്രമാണ് ഇപ്പോൾ പോവാറ്. ഞാൻ പോലും ഒത്തിരി കുറവാണ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കുറേ ദിവസം ഇരിക്കുമ്പോൾ ഒരു ബോറടിക്കുമ്പോൾ ഒന്ന് പുറത്ത് പോകുന്നില്ലല്ലോ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഡെയിലി വ്ളോഗ്സ് ചെയ്യാനായിട്ട് വിചാരിച്ചത് കൊണ്ട് നമ്മളത് ഇടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്കിനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.